ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഈ സ്ലീവ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ രണ്ട് കളറിൽ 2 ബീഡ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇങ്ങനെ സ്ലീവിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ സെൻറ്ററിൽ കുഞ്ഞായിട്ടൊരു ഡോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ലീവിനെ ഞാൻ കറക്റ്റായിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ സെൻറ്ററിൽ തന്നെ കറക്റ്റായിട്ടൊന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിനങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം ആ സെൻറ്ററിലൊന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു സ്കെയിൽ വെച്ച് ഒരു സ്കെയിലിൻ്റെ അളവിന് താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നമുക്ക് ആവശ്യമുള്ള ലൈനിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത വശം അതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെൻറ്ററിൽ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ അടുത്ത് രണ്ട് വശവും നമ്മൾ 6 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് 4 ഇഞ്ച്, അതുപോലെ അത് കഴിഞ്ഞിട്ട് 2 ഇഞ്ച്, അത്രയും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും ഭാഗത്ത് നമുക്ക് കറക്റ്റ് 1 സ്കെയിൽ അളവിന് ലൈൻ വരച്ച് കൊടുക്കാം. അതിൻ്റെ മറുവശവും അതുപോലെ തന്നെ നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലുള്ള ലൈൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതിൽ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ഫേൺ സ്റ്റിച്ചാണ്. അപ്പോൾ ഞാൻ സാരിയുടെ കളറിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് 3 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മുകളിൽ നമുക്ക് ആദ്യം സെൻറ്ററിലെ ലൈനിലൊന്ന് സൂചി കുത്തി പൊക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നേർക്ക് താഴെ കുറച്ച് താഴോട്ട് വന്നിട്ട് തന്നെ ഒന്ന് ആ സൂചി കുത്തി താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് സൈഡിലായിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ നേർക്ക് ഇങ്ങ് സൈഡിലായിട്ടൊന്ന് സൂചി കുത്തി പൊക്കിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് സൈഡിൽ കൂടിയാണ് സെൻറ്ററിൽ വരുന്നത്. അതായത് ഫേൺ സ്റ്റിച്ചാണ്. ഫേൺ സ്റ്റിച്ച് നമ്മളെല്ലാം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇതാരെങ്കിലും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോസ് കൊണ്ട് എടുത്ത് കണ്ടാൽ മതി. ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യമുള്ളവർ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് അങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഞാൻ 2 ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. ഞാൻ കോപ്പർ കളറിലാണ് 2 ബീഡ്സ് എടുത്തിട്ടുള്ളത്. 2 കോർത്തതിന് ശേഷം നമുക്ക് പഴയതുപോലെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ നേർക്ക് ഇപ്പുറത്തെ വശത്താണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിലോട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ 2 ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ബീഡ് ഒരു വശവും അടുത്ത ബീഡ് അടുത്ത വശവും വരുന്ന രീതിക്ക് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിലൊരു ലൈൻ പോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരിടത്ത് ഞാൻ വെറുതെ തന്നെ ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഞാൻ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നട വിട്ടിട്ടാണ് ബീഡ്സ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ വീറ്റ് ബീഡും അതിൻ്റെ അറ്റത്തായിട്ട് ഒരു കുഞ്ഞു ബോൾ ബീഡ് യൂസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പേൾ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വലിയ ബീഡും ഒരു കുഞ്ഞു ബീഡും അങ്ങനെ മാറ്റി മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് എങ്ങനെയാണോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീന് അനുസരിച്ച് നിങ്ങളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കിവിടെ ഫുള്ളും ബീഡ്സ് യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ ഫുള്ളും ബീഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ വരുന്ന ലൈനിലും നിങ്ങളതുപോലെ ബീഡ്സ് യൂസ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒന്നിട വെച്ചിട്ടാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ലൈൻ ഫുള്ളും ഞാൻ കോപ്പർ കളർ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ലൈൻ ഫുള്ളും അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എൻഡിലൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ലാസ്റ്റിലായിട്ട് ഞാൻ അതുപോലെ തന്നെ ഫേൺ സ്റ്റിച്ച് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തെ ആ ലൈൻ അങ്ങനെ താഴെ വരുന്ന രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യുന്നത്. താഴെ അറ്റത്ത് വന്നപ്പോൾ എനിക്ക് ശകല നൂലേ കിട്ടിയുള്ളൂ. നമുക്ക് നീഡിലിനകത്ത് തന്നെ വെച്ചിട്ട് എനിക്ക് നോട്ടിടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തതിന് ശേഷം അതിൽ തന്നെ നമുക്ക് 3 സ്ട്രാൻഡ്സ് ഉണ്ട്. അതിൽ നിന്ന് അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെയും നമുക്ക് നോട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. മുകളിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ലെയർ ഫുള്ളും ഞാൻ ഇതുപോലെ ഒന്നട വിട്ട് വൈറ്റ് കളർ 2 ബീഡാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ലൈനിൽ കോപ്പർ കളർ, അതിൻ്റെ അടുത്ത ലൈനിൽ വൈറ്റ് കളർ, ഇങ്ങനെ മാറി മാറിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഇതുപോലെ നമുക്ക് സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ടോപ്പിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന്. നമ്മുടെ കൈ വണ്ണമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഡിസൈൻസൊക്കെ നന്നായിട്ട് നമുക്ക് ചേരുന്നതായിരിക്കും. കൈ വണ്ണം കൂടുതൽ തോന്നിക്കില്ല. അതിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഡിസൈൻ ഇതുപോലെ സ്ട്രൈറ്റ് ലൈനുള്ള ഡിസൈൻസ് ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഞാനിത് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഫ്രെയിമൊന്നും ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. വെറുതെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഫ്രെയിം യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ എന്നാലേ അത് ചുരുങ്ങാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ സ്ലീവ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ എൻഡിൽ വേണമെങ്കിൽ ഒരു ബോർഡർ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെയും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഞാനിതിൻ്റെ എൻഡിൽ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏത് ബോർഡർ സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ആ ബോർഡർ സ്റ്റിച്ച് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹാങ്ങിങ്സ് വേണമെങ്കിൽ അതിൻ്റെ താഴെ ഒന്ന് ഹാങ്ങിങ്സ് കൂടി വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.